അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവരപ്പെടുന്നത് വൽ മലായികതു യദ്രിബൂന വജ്ഹം വദുബറാ. ആ മനുഷ്യനെ മലായികത്തുകൾ മുമ്പിലും പിറകിലും അടിക്കുന്നുണ്ട്. മുന്നിൽ നിന്നും പിറകിൽ നിന്നും ആ മനുഷ്യന് നന്നായി പ്രഹരിക്കുന്നുണ്ട്. അടിച്ചവനെ അവശനാക്കിയിട്ടാണ് മലായികത്തുകൾ വലിച്ചു കൊണ്ടുവരുന്നത്. അപ്പോഴാണ് ആ മനുഷ്യൻ എന്നെ കണ്ടുമുട്ടുന്നത്. മീസാനിന്റെ പരിസരത്ത് അവൻ എന്നെ കാണുന്നു. എന്നെ കാണുമ്പോഴേക്ക് അവന്റെ കണ്ണ് ഉടക്കുന്നു. അവൻ എന്നെ വല്ലാതെ സാധൂലം വീക്ഷിക്കുകയാണ്. എന്നിൽ നിന്ന് അവൻ സഹായം പ്രതീക്ഷിക്കുകയാണ്. അവൻ വിളിച്ചു പറയുന്നുണ്ട്, അൽ മുസ്തഗാസു ബിക യാ നബിയല്ലാഹ്. നബിയേ, എന്റെ അവസ്ഥ കണ്ടോ നബിയേ? മലക്കുകൾ എന്നെ പ്രഹരിക്കുന്നു നബിയേ, എന്നെ വല്ലാതെ വേദനപ്പെടുത്തുന്നു നബിയേ, എന്നെ വലിച്ചു കൊണ്ടുപോകുന്നു നബിയേ. അൽ മുസ്തഗാസു യാ നബിയല്ലാഹ്, അങ്ങ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ നബിയേ. അങ്ങ് എല്ലാവരെയും രക്ഷപ്പെടുത്തുന്ന നബിയല്ലേ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ നബിയേ എന്ന് ആ മനുഷ്യൻ അലമുറയിട്ടുകൊണ്ട് എന്നോട് സഹായം തേടുന്നുണ്ട്. അള്ളാന്റെ റസൂല് പറയുന്നു, എനിക്ക് വല്ലാതെ പ്രയാസം തോന്നി. ഞാൻ മലക്കുകളോട് പോയിട്ട് വിവരം അന്വേഷിക്കുകയാണ്. എന്റെ മലായികത്തെ, ഈ മനുഷ്യനെ നിങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കാനുള്ള കാരണം എന്താ? എന്തേ നിങ്ങൾ ഇയാളെ ഇങ്ങനെ പ്രഹരിക്കുന്നത്? എന്തേ നിങ്ങൾ ഇയാളെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നത്? മലായികത്തുകൾ മറുപടി പറയുന്നു, നബിയേ, അദ്റക ശഹറ റമളാൻ ഫഅസല്ലാഹു ഫീഹി. നബിയെ, ഈ മനുഷ്യൻ അല്ലാഹു റമളാനിനെ കൊടുത്തു നബിയെ. ഒരു റമളാനല്ല, ജീവിതത്തിൽ എത്രയോ റമളാൻ ഇവന്റെ ജീവിതത്തിലൂടെ കയറിയിറങ്ങിപ്പോയി നബിയെ. ആ ഒരു റമളാനിലും ഇവൻ നന്നായിട്ടില്ല നബിയെ. ഒരു റമളാനിലും ഇവന്റെ ഹൃദയം ശുദ്ധീകരിച്ചിട്ടില്ല നബിയെ. റമളാനാണെന്ന് പോലും പരിഗണിക്കാതെ ഇവൻ അല്ലാഹുവിനോട് തെറ്റ് ചെയ്തുകൊണ്ട് നടന്നു നബിയെ. ചെറിയ മക്കള് പോലും നോമ്പ് പിടിക്കുമ്പോ റമളാനിന്റെ പകല് തുറക്കുന്ന കട അന്വേഷിച്ചുകൊണ്ട് ഇവൻ നാട് നീളം നടന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, റമളാനിന്റെ രാത്രികളിൽ വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ പോലും നിന്നുകൊണ്ട് തറാവീഹ് നിസ്കരിക്കുമ്പോ നിൽക്കാൻ കഴിയാത്തവൻ ഇരുന്നിട്ടാണെങ്കിലും ആ തറാവീഹിനോടുള്ള റമളാനിനോടുള്ള ബാധ്യത നിറവേറ്റുമ്പോ ഇവന് കടകമ്പോളങ്ങളിലിരുന്ന് വർത്തമാനം പറഞ്ഞവനാ നബിയെ. ഇവൻ വല്ലാതെ ആഘോഷത്തിമിർപ്പിലായിരുന്നു നബിയെ.